ലെഗോൺ ചിക്കൻ വാങ്ങിയിട്ട് ഇതേപോലെ ഒന്ന് വറുത്തരച്ചിട്ട് ഒന്ന് കറി വെച്ച് നോക്കേണ്ടി കേട്ടോ. അപ്പോൾ ഏത് കറി ഇഷ്ടമില്ലാത്തവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ അതിനായിട്ട് തന്നെ ഞാനൊരു കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്. കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ഉള്ളി ചെറുതാക്കി അരിഞ്ഞത്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും എല്ലാം ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഉള്ളി വഴണ്ട് വന്നോട്ടെ. പിന്നെ നമുക്ക് ഒരു തക്കാളി അരിഞ്ഞതും പിന്നെ അതേപോലെ ഒരു 4 പച്ചമുളക് നെടുകെ ചീന്തിയതും ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ വഴറ്റുന്നതിലാണ് കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. പിന്നെ ഒരു ചെറിയ പീസ് ഉരുളക്കിഴങ്ങും പിന്നെ ഒരു 5-6 ചുവന്നുള്ളി മുറിക്കാതെ അതേപോലെ തന്നെ തൊലി കളഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കൻ കറിയിലെ ഉരുളക്കിഴങ്ങ് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഈ പൊടികളാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു പച്ചമണക്കൊന്ന് മാറുന്ന വരുന്ന ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ലെഗോൺ ചിക്കനാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നാടൻ ചിക്കൻ കിട്ടിയാലും ഈ രീതിയിൽ തന്നെ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കറി വെച്ചാൽ ഇതിൽ പീസുകൾ അതിന് മാത്രം എന്താ പറയുക ഇറച്ചി ഉണ്ടാവില്ല. അതുകൊണ്ട് ലെഗോൺ അധികം ആളുകളും വാങ്ങൂല. പക്ഷേ ഈ ബിരിയാണി വെച്ചാലായാലും കറി വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ലെഗോൺ ചിക്കൻ. നമ്മുടെ നാടൻ ചിക്കൻ വെക്കുന്ന അതേ രുചി തന്നെയാണ് ഈ കറിക്ക് ഉണ്ടാകുക. പക്ഷെ അത് നമുക്ക് നാടൻ ചിക്കൻ എപ്പോഴൊന്നും കിട്ടൂലല്ലോ. അപ്പോൾ വീട്ടിലൊക്കെ വളർത്തുകയാണെങ്കിലൊക്കെ അങ്ങനെ അധികം കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് അതേ ഒരു രുചിയൊക്കെ കിട്ടണമെങ്കിൽ ഈ ലെഗോൺ ചിക്കൻ വാങ്ങിയാൽ മതി. പിന്നെ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ നേരത്തെ ഉള്ളി വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒരു 4-5 വിസിൽ വരുത്തണം കേട്ടോ. എങ്കിൽ തന്നെയുള്ളൂ ഈ ലെഗോൺ ചിക്കൻ വെന്ത് വരികയുള്ളൂ. ഈ ചിക്കൻ കറി പല നാട്ടിൽ പല രുചിയിലാണ് കേട്ടോ ആളുകൾ ഉണ്ടാക്കുക. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി മാത്രമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് തേങ്ങ എടുത്തിട്ട് ഒരു അരമുറിൻ്റെ അടുത്ത് തേങ്ങ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 3-4 ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും പിന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും ഒക്കെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വറുത്ത് എടുക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മൂത്ത് വരണം കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിലുള്ള കുരുമുളകും പിന്നെ അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിലുള്ള വലിയ ജീരകവും ഒക്കെ ഈ വറുക്കുന്ന ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊടിയാണുള്ളതെങ്കിൽ കറിയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ജീരകത്തിൽ ചേർക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ തേങ്ങ ഒക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഇതിൻ്റെ കളറ് മാറ്റണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. പിന്നെ ആ തേങ്ങ നല്ലോണം ഒന്ന് അരച്ചിട്ട് ഈ ഒരു ചിക്കൻ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് ചെറുതായി തിളച്ചതിന് ശേഷം മൂടി വെച്ച് ഇറക്കി വെക്കാവുന്നതാണ്.